ഭരണഘടനയിൽ എവിടെയാണ് ഭാരതമാതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നും ഭരണഘടനയാണോ ഭാരതമാതാവാണോ വലുത് എന്നും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് ഭരണഘടനയിലുള്ള ബിംബങ്ങൾ നമുക്ക് സ്വീകാര്യമാണ് എന്നാണ്. എങ്കിൽ ഭരണഘടനയിലുള്ള ബിംബങ്ങളെ നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ശ്രീ ശിവൻകുട്ടിയെ ഞാൻ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കാണിച്ചു തരാം. എൻ്റെ മുന്നിലുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒറിജിനൽ ഭരണഘടനയുടെ ആദ്യ രൂപത്തിൻ്റെ പകർപ്പാണ്. ഇത് നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ച് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന നൽകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രതി, അത് കയ്യെഴുത്ത് പ്രതിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് അതിൻ്റെ കാലിഗ്രാഫി തീരുമാനിക്കുന്നത്. അതിലേക്ക് വളരെ സൂക്ഷ്മമായിട്ട് ചിത്രങ്ങളൊക്കെ തന്നെ വരച്ച് ചേർക്കുന്നത്. അതിന് പിന്നീട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അനുമതി കിട്ടുന്നു. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അനുവദിച്ച് അംഗീകരിച്ച് അതിലുണ്ടായിരുന്ന മെമ്പർമാരുടെ എല്ലാം ഒപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷം ഇതാണ് നമ്മുടെ ഭരണഘടനയായി മാറിയിരിക്കുന്നത്. അതിൽ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ചിത്രം ശ്രീരാമനും ലക്ഷ്മണനും സീതയും ലങ്കയിൽ നിന്ന് തിരികെ അയോധ്യയിലേക്ക് എത്തുന്ന ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രം ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇതിനെയാണ് ഒരു കവർ ഇമേജായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഭാരതമാതാവ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞാൽ, ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഇനിമേലിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി എന്തു പറയും എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഭീംറാവു അംബേദ്കറും ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ, അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കയ്യൊപ്പോടുകൂടി തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ പ്രതിയാണിത്. ആ ആദ്യത്തെ പ്രതിയിൽ ഈ ഒരു ഭാഗത്ത് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഇനിമേലിൽ ശ്രീ വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന സമയത്ത് ഈ ചിത്രം അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഇത് മാത്രമല്ല, നടരാജൻ്റേതുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഹിന്ദു ദൈവ ആരാധനാ ചിത്രങ്ങൾ ഇതിലെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട്, ജൈനമതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട്. അതായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള, സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള, നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ടുള്ള ഈ മൂന്ന് മതങ്ങളിൽ നിന്നുള്ള, ഈ മൂന്ന് സംസ്കാരങ്ങളിൽ നിന്നുള്ള, ഈ മൂന്ന് ജീവിതചര്യകളിൽ നിന്നുള്ള നിരവധി ദൈവികമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശ്രീ വി ശിവൻകുട്ടിയോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഈഗോ എല്ലാം തന്നെ മാറ്റിവെക്കുക. നമ്മുടെ ഭാരതീയമായ സംസ്കാരത്തിനെ, നമ്മുടെ പാരമ്പര്യത്തിനെ ഒക്കെ തന്നെ മനസ്സിലാക്കുന്നതിനും അതിൽ അഭിമാനം കൊള്ളുന്നതിനും വേണ്ടി ശ്രമിക്കുക.